പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയുടെ ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇടുന്നത്. ഈ മുരിങ്ങയില കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഇത് എൻ്റെ വീട്ടിലെ തന്നെ മുരിങ്ങയില ഇലയാണ് കേട്ടോ. കുട്ടിക്കാലത്ത് അമ്മ എനിക്ക് ഈ മുരിങ്ങയിലയും ഓമയ്ക്കയൊക്കെ തരുമ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര വഴക്കുണ്ടാകും. എനിക്കിഷ്ടമല്ലായിരുന്നു, ഞാൻ കഴിക്കത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ വളർന്ന് എനിക്കൊരു മോളുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവളെ ഇത് നിർബന്ധിച്ച് കഴിപ്പിക്കുമ്പോൾ അവളിപ്പോൾ കഴിക്കത്തില്ല. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന, ശ്വസിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ മൊത്തം വിഷമയമായ ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ ഈ മുരിങ്ങയിലയുടെ ഓമയ്ക്കയുടെയൊക്കെ വില അറിയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുരിങ്ങ അല്ലെങ്കിൽ ഒരു ഓമയ്ക്ക് ഒരു അമൃതിന് തുല്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇത് തോരൻ വെച്ച് കൊടുക്കുമ്പോൾ കണ്ണിനും അതുപോലെ തന്നെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം പ്രയോജനമുള്ള ഒരു ഇലക്കറിയാണ് മുരിങ്ങയിലക്കറി. ഇത് ദിവസവും നമ്മുടെ എല്ലാ ഭക്ഷണത്തിലും ഇത് ചേർക്കണം. കാരണം അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിന് അത്രത്തോളം പ്രയോജനമുള്ള വേറെ ഒരു ഇലക്കറി ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. കൊച്ചു കുട്ടികൾക്കും പഠിക്കുന്നവർക്കും ഒക്കെ വളരെയധികം ഗുണമുള്ള ഒരു ഇലക്കറിയാണ് മുരിങ്ങയില. അതുപോലെ തന്നെ ഓമയ്ക്കയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ മുരിങ്ങയില വെച്ചുണ്ടാക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഈ ലോങ് വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയാണ് ഇത് ശരിക്കും പറഞ്ഞാലും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ആലോചിക്കാറുണ്ടായിരുന്നു, കുട്ടിക്കാലത്ത് അമ്മ ഇതെനിക്ക് ഉണ്ടാക്കി തരുമ്പം ഞാൻ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. ഞാനൊന്ന് ചോറുണ്ണാതെ വരെ ഇരുന്ന സമയങ്ങളുണ്ടായിരുന്നു. എനിക്ക് വേണ്ട എന്നപ്പോൾ കണ്ണിന് നല്ലതെന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് വേറെ ജോലിയില്ല, വേറെ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഈ മുരിങ്ങയില. അത് മുരിങ്ങയില നമ്മൾ പറിച്ചുകൊണ്ട് വന്ന് നന്നായിട്ട് കഴുകണം. കാരണം അതിൻ്റെ ഇലയ്ക്കകത്തൊക്കെ ചെറിയ പ്രാണികൾ കാണും. അപ്പം ഈ മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മുടെ വീട്ടിൽ പരിപ്പുണ്ടെങ്കിൽ ആ പരിപ്പോ അല്ലെങ്കിൽ ചെറുപയറൊക്കെ ഇട്ട് വെക്കാം. ഇപ്പം ഞാൻ പരിപ്പാണ് ഇടുന്നത്. പരിപ്പ് വെച്ചിട്ട് നമ്മൾ അരച്ച്, അതായത് തേങ്ങ അരച്ചിട്ട് നമ്മൾ ഈ പരിപ്പ് വേവിച്ച ശേഷം ഈ മുരിങ്ങയിലയുടെ പച്ച വാട്ടമൊക്കെ കളഞ്ഞ് കടുക് വറുത്ത് അതിൻ്റെ അകത്തിട്ട് അതിന് ശേഷം നമ്മൾ വെന്ത പരിപ്പും ഈ അരപ്പും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന വളരെ ലളിതമായി ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. പക്ഷെ ഇത്രയ്ക്ക് ഗുണമുള്ളൊരു കറി വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് മാത്രം കൂട്ടി കുറച്ച് ചോറും കൂടുതൽ തോരനും എടുത്തിട്ട് നമ്മളിത് മാത്രം കൂട്ടി കഴിക്കണം. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വിഷമില്ലാത്ത നമ്മുടെ വീടുകളിലുള്ള മുരിങ്ങയുടെ ഒരു കറി മാത്രം മതി നമുക്ക് ഉച്ചയ്ക്കും രാത്രിയിലും ഒക്കെ കഴിക്കാനായിട്ട്. അത്രത്തോളം പ്രയോജനമുള്ളൊരു കറിയാണ് ഈ മുരിങ്ങയില കറി എന്ന് പറയുന്നത്. മുരിങ്ങയില ഒഴിച്ച് കറി വെക്കാം, അതുപോലെ തോരൻ വെക്കാം, നമ്മളുണ്ടാക്കുന്ന ചെറുപയറിൻ്റെ അകത്തിടാം. അങ്ങനെ എല്ലാ കറികളുടെ അകത്തും ചെറുതായിട്ട് ഇത് വാട്ടിയിട്ട് അത്രയ്ക്കും നല്ല ഒരു പ്രയോജനമുള്ള ഒരു കറി വേറെ ഇല്ലെന്ന് തന്നെ നമ്മൾക്ക് പറയാം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മുരിങ്ങയാകുമ്പോൾ അതിലൊരല്പം പോലും വിഷം ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ഉണ്ടായ മുരിങ്ങയെന്നാണ് ഞാനിത് പറിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തന്നെ കറികൾ ഉണ്ടാക്കുക. ഓക്കെ, ബൈ.